അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായം. അതിൽ 15-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ദുഃഖിതോ ധർമ്മരാജാനം വൃത്താന്തം സർവമബ്രവീൽ. ദേഹത്യാഗം ഹരേ ശ്രുത്വാ യാദവാനാം ക്ഷയം തഥാ. ഗമനായ മതിം ചക്രേ രാജാ ഹൈമാചലം പ്രതി. 37 രാജ്യേ 37 രാജ്യേ സ്ഥാപയിത്വോത്തരാസുതം. നിർജഗാമവനം രാജാ ദ്രൗപദ്യാ ഭ്രാതൃഭിः സഹ. 37 വർഷാണി കൃത്വാ രാജ്യം ഗജാഹ്വേ. ഗത്വാ ഹിമാചലേ ഷട്തേ ജഹു പ്രാണാൻ പൃഥാസുതാ. പരീക്ഷിതഭിരാജർഷി പ്രജാം സർവാസു ധാർമ്മികാം. അപാലയശ്ച രാജേന്ദ്ര 60 വർഷാണ്യതന്ത്രിതാ. ബഭൂവ മൃഗയാശീലോ ജഗാമ ച വനം മഹൽ. വിദ്ധം മൃഗം വിചിന്വാനോ മധ്യാഹ്നേ ഭൂപതി സ്വയം. തൃഷിതശ്ച പരിശ്രാന്ത ക്ഷുധിതശ്ചോത്തരാസുത. രാജാ ഘർമ്മേണ സന്തപ്തോ ദദർശ മുനിമന്ദികേ. ധ്യാനേ സ്ഥിതം മുനിം രാജാ ജലം പപ്രച്ഛ ചാതുരാ. നോവാച കിഞ്ചിൽ മൗനസ്ഥശ്ചുകോപ നൃപതിസ്തദാ. മൃതം സർപ്പം തദാദായ ധനുഷ്കോട്ട്യാ തൃഷാതുരാ. കലിനാവിഷ്ടചിത്തസ്തു കണ്ഠേ തസ്യന്യവേഷയൽ. ആരോപിതേ തഥാ സർപ്പേ
നോവാച മുനിസത്തമ. ന ചാല സമാധിസ്ഥോ രാജാ വിശ്വഗൃഹം ഗതാ തസ്യ പുത്രോതി തേജസ്വി ഗവിജാതോ മഹാതപാ. മഹാശക്തോധശുശ്രാവ ക്രീഡമാനോ വനാന്തികേ മിത്രാണ്യാഹുശ്ച തൽപുത്രം പിതു കണ്ഠേ തവാധുന. ലംഭിതോസ്തി മൃതസർപ്പ കേനാപീതി മുനീശ്വര തേഷാം തദ്വചനം ശ്രുത്വാ ചുകോപാതിശയം തദാ. ശശാപ നൃപതിം ക്രുദ്ധോ ഗൃഹീത്വാശു കരേ ജലം പിതു കണ്ഠേദ്യമേ യേന വിനിക്ഷിപ്തോ മൃദോരഗാം. തക്ഷക സപ്തരാത്രേണ തം ദശേൽ പാപപൂരുഷം മുനേ ശിഷ്യോധരാജാനം സമുപേത്യ ഗൃഹേ സ്ഥിതം. ശാപം നിവേദയാമാസ മുനിപുത്രേണ ചാർപ്പിതം അഭിമന്യുസുത ശ്രുത്വാ ശാപം ദത്തം ദ്വിജേന വൈ അനിവാര്യം ച വിജ്ഞായ മന്ത്രിവൃദ്ധാനുവാച ശപ്തോഹം ദ്വിജരൂപേണ മമ ദ്വേഷാദ സംശയം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായം. അതിൽ 15 മുതൽ 30 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദുഃഖത്തോടെ സർവകാര്യങ്ങളും മേട്ടനോടു ചൊല്ലി ഹരിയുടെ ദേഹത്യാഗം യാദവനാശം. അതു കേട്ടു യുധിഷ്ഠിരൻ ഹിമാലയ പർവ്വതത്തിൽ അധികം വൈകാതെ തന്നെ പോകാനുറച്ചു. അതിനു മുമ്പായി 36 വയസ്സുള്ളതാം അഭിമന്യു പുത്രനെയോ രാജാവുമാക്കി. 36 വർഷം രാജ്യം ഭരിച്ച യുധിഷ്ഠിരൻ ഭാര്യാസോദരന്മാരൊത്തു വനത്തിൽ പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഹിമാലയത്തിങ്കലെത്തി പൃഥയുടെ മക്കളെല്ലാം പ്രാണൻ വിട്ടു പരീക്ഷിത്തു പ്രജകളെയും. ആലസ്യമില്ലാതെ 60 വർഷം പാലിച്ചല്ലോ. ഒരു ദിനം നായാട്ടിനായി കാട്ടിലേക്കു പോയി. അമ്പേറ്റമാനിനെ തേടി നടന്നതാം പരീക്ഷിത്തോ അതിവിശപ്പാലും ദാഹത്താലും വലഞ്ഞു. ചുട്ടുകൊള്ളും സമയത്തോ രാജൻ ധ്യാന നിരതനം മുനിയെയും കണ്ടു. അല്പം വെള്ളം ചോദിച്ചു. മൗനിയായ മുനിയാലെ കോപിതനായി പരീക്ഷിത്തും ചത്ത പാമ്പിനെ വില്ലിന്റെ തുമ്പാലെടുത്തു. കലി കേറി പാമ്പിനെയും മുനി തൻ കഴുത്തിലിട്ടു. എന്നിട്ടും മുനിയൊന്നുമേ പറഞ്ഞതില്ല. സമാധിസ്ഥനാം അദ്ദേഹം അനങ്ങിയില്ല. രാജനു സ്വന്തം കൊട്ടാരത്തിലെത്തി
ഭഗവതി അമ്മേ ശരണം. മുനിയുടെ മഹാതപസ്വിയും അതിതേജസ്വിയും ആയ ഗവിജാതനെന്ന പുത്രൻ പ്രസിദ്ധൻ. വനത്തിൽ കളിക്കും നേരം കൂട്ടുകാർ പറഞ്ഞു കേട്ടു, നിന്റെ പ്രിയ പിതാവിന്റെ കഴുത്തിലിപ്പോൾ ആരോ ഒരു ചത്തതാം പാമ്പിനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതു കേട്ടു മുനിപുത്രൻ കോപിഷ്ഠനായി. കയ്യിൽ ജലമെടുത്തിട്ടു ക്രുദ്ധനായി ശപിച്ചല്ലോ, മമ പിതാ കണ്ഠത്തിലായി പാമ്പിനെ ഇട്ട. പാപിയായ മനുഷ്യനെ 7 നാളിനുള്ളിൽ തന്നെ തക്ഷകൻ കടിച്ചിടട്ടെ. പാപിയായ മനുഷ്യനെ 7 നാളിനുള്ളിൽ തന്നെ തക്ഷകൻ കടിച്ചിടട്ടെ. മുനികുമാരൻ കൊട്ടാരത്തിലെത്തി പരീക്ഷിത്തിനു വിവരം നൽകി. ശാപം കേട്ട നേരം അഭിമന്യു പുത്രനോ അനിവാര്യമാണിതെന്നും തന്റെ തന്നെ കോപമാണ് ശാപമെന്നും മഹാരാജൻ തിരിച്ചറിഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്ന് 141 ദിവസം. ഇന്ന് അമ്മയുടെ കഥകൾ പാടുന്നതിന് മുമ്പേ എനിക്ക് ജന്മം തന്ന അമ്മയെ കൂടി ഒന്ന് സ്മരിച്ചും കൊണ്ടാണ് നമ്മളിത് ഈ അക്ഷരപൂജ ഇന്ന് ആരംഭിക്കുന്നത്. ഇന്ന് അമ്മയുടെ ശ്രാദ്ധ ദിവസം കൂടിയാണ്. അതുകൊണ്ട് അമ്മയോർമ്മയിൽ 5 ശ്ലോകങ്ങൾ, മാതൃഭാഷയിൽ എഴുതിയ 5 ശ്ലോകങ്ങൾ, മാതൃപഞ്ചകം എന്ന രീതിയിൽ അദ്വൈതാചാര്യൻ ശങ്കരാചാര്യസ്വാമികൾ എഴുതിയ ശ്ലോക പഞ്ചകത്തിൻ്റെ പരിഭാഷയാണ് ഈ 5 ശ്ലോകങ്ങൾ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത് മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി അത് പാടി ചൊല്ലി സമർപ്പിക്കുന്നു. എന്നമ്മേ ഗർഭകാലേ പല പല വിധമാം ദുഃഖവും പേറ്റുനോവിൻ തീയും എന്നല്ല മാതേ അനവധി ദുരിതം പുത്രനായി സ്വീകരിച്ചു. മന്നിൽ ഈ മട്ടുഗർഭച്ചുമടിനെ പല നാൾ ഏറ്റിയോരെൻ്റെ നാഥേ എന്നാൽ ചെയ്യാവതല്ലേ. അതിനൊരു പകരം
മാതൃപാദേ പ്രണാമം. അമ്മേ നീ കണ്ടുവത്രേ ഇവനൊരു ദിവസം സന്യസിച്ചെന്നു സ്വപ്നേ. ആചാര്യൻ തൻ്റെ ഗേഹേ കഴിയുമിവനെ നീ കാണുവാനോടിയെത്തി. അന്നോ നിൻ കണ്ണുനീരിൽ മനമുരുകി കരഞ്ഞല്ലോ എൻ കൂട്ടുകാരും ആചാര്യന്മാരുമെല്ലാം. മധുരമധുരമാം സ്നേഹമേ കൈതൊഴുന്നേൻ. നൽകാനായില്ല ഗംഗാജലമതു ശുഭദേ. മൃത്യു വന്നോരു നേരം വയ്യല്ലോ ശ്രാദ്ധമൂട്ടാൻ. ശിവ ശിവ ഇവനോ ആശ്രമം വേറെയല്ലോ. ചെയ്യാനായില്ലയമ്മേ അനുപമ സുഹൃതേ. പുത്രനൊന്നും ദയാബ്ധേ നീയേ താനെന്നിലെന്നും. കനിയണമതുപോൽ മാപ്പു നൽകിയിടവേണം. മുത്തല്ലേ രത്നമല്ലേ കരയരുതിനിയും രാജനും രാജനല്ലേ. മോദത്തോടെന്നുമെന്നും കഴിയുക സുഖദം എന്നു ലാളിച്ചു ചൊല്ലും. മാതാവേ നിന്റെ വായിൽ പിടിയരിയിടുവാൻ മാത്രമേ പറ്റിയുള്ളൂ. മറ്റാരും സാമ്യമില്ല ജനനിയുടെ പദത്തിങ്കലൻ നൽ പ്രണാമം. തായേ നീ ചൊല്ലി അമ്മേ ശിവഹരി കരുണാമൂർത്തിയാം ഹേ മുകുന്ദ. ഗോവിന്ദ എന്നു നാമം പ്രസവ സമയമോ വേദനിക്കുന്ന നേരം. അമ്മേ എന്നുള്ള വാക്കിൽ നിറയുമനുദിനം സ്നേഹഗംഗാപ്രവാഹം. അമ്മേ അമ്മേ നിൻ പാദപത്മേ അടിയനുമിതിനാൽ വീണു വന്ദിച്ചിടുന്നേൻ. അമ്മയാണുമ്മ, അമ്മയാണ് നന്മ. ആ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ജഗജ്ജനനിയായ അമ്മയുടെ പദാനങ്ങളെ നമ്മളിതാ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായിട്ട് പറയാനായിട്ട് ആരംഭിക്കുന്നു. ഇന്നലെ നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ 14-ാമത്തെ ശ്ലോകം വരെയാണ് അനുസ്മരിച്ചത്. ഭഗവാന്റെ സ്വധാമഗമനത്തെക്കുറിച്ചൊക്കെ കേട്ടു. പിന്നീട് ആ വിവരം ദുഃഖിതോ ധർമ്മരാജാനം വൃത്താന്തം സർവമബ്രവീൽ. അർജുനൻ തൻ്റെ ഏട്ടനായ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു. ദേഹത്യാഗം ഹരേ ശ്രുത്വ, ഹരിയുടെ ആ സാക്ഷാൽ ശ്രീഹരിയുടെ ശ്രീകൃഷ്ണന്റെ ദേഹത്യാഗത്തെക്കുറിച്ച് യാദവവംശത്തിൻ്റെ നാശത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞപ്പോൾ യാദവാനാം ക്ഷയം തഥാ ഗമനായ മതിം ചക്രേ, പോകാൻ തീർച്ചപ്പെടുത്തി. എങ്ങട്? രാജ ഹൈമാചലം പ്രതി, രാജാവ് ഹൈമാചലം ഹിമാലയത്തിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി. 36 വാർഷികം രാജ്യേ സ്ഥാപയിത്വോത്തരാസുതം, 36 വയസ്സ് പ്രായമുള്ള ഉത്തരാപുത്രനെ രാജാവാക്കിയിട്ട്. അപ്പോൾ ഭഗവാന്റെ സ്വധാമഗമനം കുരുക്ഷേത്ര വിജയത്തിന് ശേഷം 36 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഭഗവാൻ 125 വർഷക്കാലം കപടമാനുഷവേഷം കെട്ടിയാടി. അതുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധം നടന്ന സമയത്ത് ഭഗവാന് വയസ്സ് 89 എന്നും പറയുന്നു. ഇപ്പോൾ 36-ാമത്തെ വയസ്സിലാണ് പരീക്ഷിത്ത് രാജാവായത് എന്ന് പറയുന്നു. ഉത്തരാപുത്രനായ പരീക്ഷിത്തിനെ രാജാവാക്കി നിർജഗാമ വനം രാജ, കാട്ടിലേക്ക് പോയി. ആര്? ധർമ്മപുത്രർ. ദ്രൗപദ്യ ഭ്രാതൃഭിസ്സഹ, തൻ്റെ സഹോദരന്മാരോടും ദ്രൗപദിയോടും കൂടി. എന്നിട്ടോ
षट्त्रिंशच्चैव വർഷാണി കൃത്വാ രാജ്യം ഗജാഹ്വയേ. 36 വർഷം ഹസ്തിനാപുരത്തിൽ നിന്ന് രാജ്യം ഭരിച്ച ശേഷം. ഇങ്ങനെയാണല്ലോ, 36 വർഷം കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിനെ രാജാവാക്കി എന്ന് പറഞ്ഞാൽ ആ 36 വർഷവും ഭരിച്ചത്, ആദ്യത്തെ 36 വർഷം ഭരിച്ചത് ധർമ്മപുത്രരാണ്. എന്നിട്ട് കാട്ടിലേക്ക് പോയി. ഗത്വാ ഹിമാചലേ ഷട്ടേ ജഹുപ്രാണാൻ പൃഥാസുത. ഹിമാലയത്തിലെത്തി പൃഥയുടെ മക്കളായ കുന്തി തനയന്മാരായിരിക്കുന്ന ആ 6 മക്കളും, 6 മക്കൾ എന്ന് പറഞ്ഞാൽ 5 പിന്നെ മക്കളുടെ ഭാര്യയായ ദ്രൗപദിയും, അതും മകൾ തന്നെ, ആ 6 പേരും പ്രാണൻ വെടിഞ്ഞിട്ട് പ്രാണാൻ ജഹു. പിന്നെയോ പരീക്ഷിതപരാജർഷി പ്രജാ സർവ സുധാർമിക. ധാർമ്മികനായ സുധാർമ്മികനായ രാജർഷിയായ പരീക്ഷിത്ത് പ്രജകളെയൊക്കെ അപാലയച്ച രാജേന്ദ്ര 60 വർഷാണ്യതന്ത്രിത. അത് 60 വർഷക്കാലം ഒരാലസ്യവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വേണ്ട പോലെ രാജ്യത്തെ പരിപാലിച്ചു. ബഭൂവ മൃഗയാശീലോ ജഗാമച്ച വനം മഹൽ. ഒരിക്കൽ നായാട്ടിൽ വലിയ കമ്പമുള്ള താല്പര്യമുള്ള ഈ പരീക്ഷിത്ത് ഒരു ദിവസം കാട്ടിലേക്ക് പോയി. വിദ്ധം മൃഗം വിചിന്വാനോ മധ്യാഹ്നേ ഭൂപതി സ്വയം. തൻ്റെ അമ്പേറ്റ ഒരു മൃഗം, മൃഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മാനാണ്, മൃഗം, മൃഗാക്ഷി അല്ലേ എന്ന് പറഞ്ഞാൽ മാൻ കണ്ണുള്ളവൾ എന്നാണ് അർത്ഥം. അപ്പൊ മൃഗം ഇവിടെ മാനാണ്. തൻ്റെ അമ്പേറ്റ് മുറിഞ്ഞ മാനിനെ തെരഞ്ഞ് നടക്കുമ്പോഴേക്കും ഉച്ചയായി, മധ്യാഹ്നമായപ്പോൾ നല്ല ചൂട് അല്ലേ. അങ്ങനെ വന്നപ്പോ തൃഷിതശ്ച പരിശ്രാന്ത ക്ഷുതിതശ്ചോത്തരാസുത. ഉത്തരാസുതനായിരിക്കുന്ന പരീക്ഷിത്ത് വിശപ്പും ദാഹവും കൊണ്ട് വല്ലാതെ വലഞ്ഞു, വല്ലാതെ തളർന്നു. അങ്ങനെ രാജാ ധർമ്മേണ സന്തപ്തോ, ചൂടുകൊണ്ട് തപ്തനായി മാറിയ, ചുട്ടുപൊള്ളുന്ന ആ സമയത്ത് ദദർശാ മുനിമന്തികെ, അടുത്തായിട്ടൊരു മുനിയെ കാണുക. ധ്യാനേ സ്ഥിതം മുനിം രാജ ജലം പപ്രച്ഛ ചാതുര. ആതുരനായ ആ അതിദുഃഖിതനായ രാജാവ് ധ്യാനനിരതനായിരിക്കുന്ന ആ മുനിയോട് വെള്ളം ചോദിച്ചു. നോവാച കിഞ്ചിൽ മൗനസ്ഥുകോപ നൃപതിസ്തദ. മൗനിയായ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ധർമാത്മാവായ പരീക്ഷത്തിൽ പോലും കലി കയറി. മൃഗയാവിനോദം എന്ന് പറയാറുണ്ട്, നായാട്ട്. അവിടെ ഹിംസയുണ്ട്. ഹിംസ ചെയ്താൽ എന്തുണ്ടാവും? കലി കയറും, ഉറപ്പാണ് അല്ലേ. കലിയുടെ 5 സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ കാണും. അത് ദ്യൂതം, പാനം, സ്ത്രീയസൂന, ഇത് 4, പിന്നെ ജാതരൂപം അല്ലെങ്കിൽ സമ്പത്താണ്. അപ്പൊ അതിൽ സൂന അവിടെ ഹിംസ ചെയ്തു. ഹിംസ ചെയ്തപ്പോ എന്തിന്? പരീക്ഷത്തിനെ പോലും കലി ബാധിച്ചു. കലി കയറി എന്നാണ് നമ്മൾ പറയുക, ദേഷ്യം വന്നാൽ അല്ലേ. അങ്ങനെ രാജാവ് വെള്ളം ചോദിച്ചിട്ട് കിട്ടാതെ വന്നപ്പോ ദേഷ്യം വന്നു അദ്ദേഹത്തിന്. ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം എന്തു ചെയ്തു? തൃഷാതുരനായിരിക്കുന്ന അദ്ദേഹം ധനുഷ്കോട്ട്യ, വില്ലിന്റെ തുമ്പ് കൊണ്ട് അവിടെ കിടന്നിരുന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിൽ അണിയിച്ചു. കലിനാവിഷ്ട ചിത്തസ്തു, കലി കൊണ്ടവനായി, കലിയുള്ളവനായി അല്ലെ, കലി കയറിയവനായി. കണ്ഠേ തസ്യ നവേശയിൽ, ആ മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ തോണ്ടി അവിടെ ഇട്ടു. തസ്യ പുത്രോതി തേജസ്വി. അപ്പൊ ഇവിടെ ആരോപിതേ തഥാ സർപ്പേ നോവാച മുനിസത്തമ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ മുനി പുങ്കവൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ധ്യാനനിരതനായിട്ട് തന്നെ ഇരുന്നു. ചാല സമാധിസ്ഥോ രാജാഭി സ്വഗൃഹം ഗത. സമാധിസ്ഥനായിരിക്കുന്ന അദ്ദേഹം അനങ്ങിയതുപോലുമില്ല. രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. തസ്യ പുത്രോതി തേജസ്വി ഗവിജാതോ മഹാതപ. അവിടെ ശമീകൻ എന്ന മഹർഷി, അദ്ദേഹത്തിന്റെ പുത്രനായ ശൃംഗി എന്ന ഭാഗവതത്തിൽ കാണാം. ഇവിടെ ഗവിജാതൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരായിട്ട് പറയുന്നത്. ആ പുത്രൻ മഹാശക്രോധ ശുശ്രാവ ക്രീഡമാനോ വനാന്തികെ. വനത്തിനടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ആ ഉണ്ണി കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു, മിത്രാണ്യ ആഹുഷ്ട തൽപുത്രം പിതുക്കണ്ഠേ തവാധുന. നിന്റെ അച്ഛന്റെ കഴുത്തിൽ ഇപ്പോ ലംഭിതോസ്തി മൃതസർപ്പ കേനാപീതി മുനീശ്വര. ഹേ മുനീശ്വര, ആരോ ഒരു ചത്ത പാമ്പിനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. തേഷാം തദ്വചനം ശ്രുത്വാ ചുകോപാതിശയം തഥാ. അത് കേട്ടപ്പോ, അവരുടെ വാക്കുകൾ കേട്ടപ്പോ ഈ മുനികുമാരന് വല്ലാത്ത ദേഷ്യം വന്നു. ഗവിചാതൻ എന്ന് പേരുള്ള ആ ഉണ്ണിക്ക് വല്ലാത്ത ദേഷ്യം വന്നു.
ദേഷ്യം വന്നു. ശശാപ നൃപതിം ക്രുദ്ധോ ഗൃഹീത്വാശു കരേ ജലം. നൃപതിയെ, ആ രാജാവിനെ, അല്ലെങ്കിൽ ആരാണോ ഇത് ചെയ്തത് അയാളെ ശപിച്ചു. കയ്യില് വെള്ളം എടുത്തിട്ട് പിതുക്കണ്ഠേദ്യമേയേന വിനിക്ഷിപ്തോ മൃതോരഗ. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഇപ്പോ ആരാണോ ചത്തപാമ്പിനെ കൊണ്ടുവന്നിട്ടത് അവൻ തക്ഷക സപ്തരാത്രേണ തം ദശയിൽ പാപപുരുഷം, പാപിയായ മഹാപാപിയായ മനുഷ്യനെ ഇന്നേക്ക് 7 നാൾക്കകം 7 രാത്രിക്കുള്ളിൽ തക്ഷകൻ കടിക്കട്ടെ. മുനേ ശിഷ്യോധ രാജാനം സമുപേത്യ ഗൃഹേസ്ഥി. അവിടെ മുനിയുടെ ശിഷ്യൻ കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ആ മുനിപുത്രൻ നൽകിയ ശാപത്തെ അറിയിച്ചു. ശാപം നിവേശയാമാസ മുനിപുത്രേണ ചാർപ്പിതം അഭിമന്യു സുതശ്രുത്വ ശാപം ദത്തം ദ്വിജേനവൈ. ബ്രാഹ്മണ കുമാരൻ നൽകിയ ശാപം കേട്ട അഭിമന്യുപുത്രനായിരിക്കുന്ന പരീക്ഷിത്ത്, ആ ഉത്തരാതനയൻ ഔത്തരേയൻ അനിവാര്യം ച വിജ്ഞായ, ഇത് അനിവാര്യമാണ്, തടുക്കാൻ സാധിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിജ്ഞായ മന്ത്രിവൃദ്ധാനുവാച, മന്ത്രിവൃദ്ധന്മാരെ കൊണ്ട്, അപ്പോൾ മന്ത്രിമാരുമാണ് ആ വളരെ കാലത്തെ പരിചയസമ്പന്നന്മാരുമാണ് അവർ, അതുകൊണ്ടാണ് മന്ത്രിവൃദ്ധന്മാർ എന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, ശപ്തോഹം ദ്വിജരൂപേണ മമദ്വേഷാദ സംശയം. എൻ്റെ കോപമാണ് ഇപ്പോൾ ബ്രാഹ്മണ രൂപം കൈക്കൊണ്ട് എന്നെ ശപിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റ് അത് തീർച്ചയാണ്, അതിലൊരു സംശയവും ഇല്ല എന്ന് പറയുന്ന 30ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജന്മം തന്ന അമ്മയുടെയും ജഗജ്ജനനിയായ ആ അമ്മയുടെയും പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ അക്ഷര പുഷ്പാഞ്ജലി, ഈ അക്ഷരങ്ങളുടെ തിലോദകം സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.